സ്വരാജ് ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കും, പൊതുപ്രവർത്തനം നിർത്തിവെക്കും എന്ന് ഞാൻ ഗഫൂറിനോട് പറയുകയും ഗഫൂർ എഗ്രിമെന്റ് വെച്ചിട്ട് പേപ്പറിൽ എഗ്രിമെന്റ് വെച്ചിട്ടാണ് ഗഫൂറിനോട് തിരിച്ചു പറഞ്ഞു, ഞാൻ സ്വരാജ് തോറ്റു കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്താണ് വിജയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്റെ പാർട്ടിയായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന നക്ഷത്രാധിക ഹരിത പതാകയുടെ പ്രവർത്തകരായി അതിന്റെ ഒരാളായി തൂവൂർ പ്രവർത്തിക്കും സജീവമായിട്ടെന്ന് അവർ എനിക്ക് വാഗ്ദാനം നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇന്ന് രാവിലെ തന്നെ എന്നെ തേടി എന്റെ വീട്ടിൽ വരികയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുമായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹുസൈന്റെ വീട്ടിലേക്ക് പോകുമെന്ന് പറയുകയും അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എത്തിയത്. പ്രിയപ്പെട്ട ഗഫൂർ ഇന്നു മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ച വിവരം അറിയിക്കുകയാണ് സസന്തോഷത്തോടുകൂടി. എന്റെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്താണ് ഗഫൂർ CPIയിലെ തൂവൂർ ടൗൺ ലോക്കൽ സെക്രട്ടറി. ഇതൊരു വല്ലാത്ത ബെറ്റായി പോയി. സാധാരണ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങനെ ബെറ്റ് വെക്കുന്നതും അതിൽ തോൽക്കുന്നതും പിന്നീടുള്ള രസകരമായ കാഴ്ചകളും അനുഭവങ്ങളും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതല്പം കടന്നുപോയി. ഇതുവരെ വിശ്വസിച്ച ആശയമാണ്, ആദർശമാണ്, രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതൊരു സാധാരണ പ്രവർത്തകനൊന്നുമല്ല. CPI തൂവൂർ ടൗൺ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്, പ്രാദേശിക നേതാവാണ്. തുവൂരുകാർ വാക്കു പറഞ്ഞാൽ വാക്കായിരിക്കും എന്നുള്ളത് ഇനിയുള്ള കാലത്ത് പറയാവുന്ന രീതിയിലുള്ള ഒരു ബെറ്റും അത് പ്രാവർത്തികമാക്കുകയൊക്കെ ചെയ്യുകയാണ് ഇപ്പോൾ ഗഫൂർ. ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലെത്തി നിന്ന 14-ാം തീയതി രാവിലെയാണ് ഈ ബെറ്റ് നടന്നത്. ഒരു ഉഗ്ര ബെറ്റ് എന്ന് തന്നെ പറയാവുന്ന ബെറ്റ് നടന്നത്. അതിൽ ഉണ്ടായിരുന്നത് തുവൂരിന്റെ ടൗൺ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ടുള്ള ഗഫൂറും ഒപ്പം തന്നെ ഷെരീഫ് അബ്ദുള്ള എന്ന് അദ്ദേഹം കൊപ്പത്ത് മാനു എന്നാണ് അറിയപ്പെടുന്നത്. ഈ കൊപ്പത്ത് മാനു മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും ഇവർ തമ്മിൽ സുഹൃത്തുക്കളുമാണ്. അപ്പോൾ ഒരു ചായപ്പീടിയയിൽ വെച്ചിട്ടുള്ള ഒരു ചർച്ച അത് പിന്നീട് രാഷ്ട്രീയമായിട്ടുള്ള വലിയ തർക്കത്തിലേക്ക് പോവുകയായിരുന്നു. ഈ തർക്കത്തിന്റെ സമയത്ത് മാനു പറഞ്ഞു, ആര്യാടൻ ഷൗക്കത്ത് എങ്ങാനും തോൽക്കുകയാണെങ്കിൽ താൻ തന്റെ ഈ പൊതുപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കാമെന്ന്. അതല്ല, ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയാണെങ്കിൽ ഞാൻ മുസ്ലിം ലീഗിൽ ചേരാമെന്ന് ഗഫൂറും പറയുകയായിരുന്നു. അതിനുശേഷം ഈ സംഭവം അങ്ങനെ നടന്ന് ഇപ്പോൾ ഇന്നലെ ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കുകയും ചെയ്തു. ഇന്ന് രാവിലെ മാനുവിനെ തെരഞ്ഞ് ഗഫൂർ വരികയായിരുന്നു. ഞാൻ ആ വാക്ക് പാലിക്കാൻ തയ്യാറാണ്, ഞാൻ ഇനി മുസ്ലിം ലീഗിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ CPIയുമായിട്ടുള്ള അവിടുത്തെ ഭാരവാഹിത്വവും അംഗത്വവും രാജിവെച്ചു എന്നുള്ളതാണ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് രാജിവെച്ചു, ഇനി മുസ്ലിം ലീഗിൽ ചേർന്ന് പ്രവർത്തിക്കും, ഔദ്യോഗികമായി തന്നെ മുസ്ലിം ലീഗിന്റെ മെമ്പർഷിപ്പ് എടുക്കും എന്നുള്ളത് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഒരു സമയത്ത് ഒരു ആശയമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത മുസ്ലിം ലീഗുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇനി ഗഫൂർ തീരുമാനിക്കുകയാണ്. ആ ബെറ്റിനോട് പറഞ്ഞ ബെറ്റിന്റെ വില കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെ പറയാം. ഇത് നിലമ്പൂർ മണ്ഡലത്തിന്റെ ഭാഗമല്ല, ഈ തുവൂർ എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ കൗതുകം നടന്നിരിക്കുന്നത്.